ചരിത്രത്തിൽ ആദ്യമായി ആദിവാസി ആയ OR കേളുവിനെ CPM മന്ത്രിയാക്കി. എം. മുകുന്ദൻ്റെ ആവിലായിലെ സൂര്യോദയം എന്ന നോവലിൽ കോയിന്തൻ മന്ത്രിയായി എന്ന് കാറ്റ് പറഞ്ഞു നടക്കുന്നത് പോലെയാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിൽ ആദ്യമായി ഒരു ആദിവാസിയെ മന്ത്രിയാക്കിയത്. OR കേളു എന്ന മാനന്തവാടി MLA ആണ് പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി നിയമിതനായിരിക്കുന്നത്. CPM എന്നും അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ്. ആദിവാസികളുടെയും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും പാർട്ടിയാണ് CPM. പക്ഷേ അടുത്ത കാലത്താണ്, 2 കൊല്ലത്തിന് മുമ്പാണ്, ഒരു മുസ്ലിമും ഒരു ദളിതനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത സഭയായ PBയിൽ അംഗങ്ങളായത്. അപ്പോൾ PBയിലായാലും കേന്ദ്ര കമ്മിറ്റിയിലായാലും പാർട്ടി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന മന്ത്രിസഭകളിലായാലും കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി. അതിനുദാഹരണമാണ് K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ ക്യാബിനറ്റിലെ, ഇപ്പോഴത്തെ ക്യാബിനറ്റിലെ ഏറ്റവും സീനിയറായ മന്ത്രി. ഒരർത്ഥത്തിൽ പിണറായിയേക്കാൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ മന്ത്രിപ്പണിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു K. രാധാകൃഷ്ണൻ. K. രാധാകൃഷ്ണൻ സ്പീക്കറായിരുന്നു, 2 ടേം നേരത്തെ മന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള K. രാധാകൃഷ്ണന് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇപ്പോൾ രാജിവെക്കുന്ന ദിവസം വരെയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ദേവസ്വവും പാർലമെൻ്ററി കാര്യവും പട്ടികജാതി ക്ഷേമ വകുപ്പുമാണ്. അപ്പോൾ ഒരു പട്ടികജാതിക്കാരൻ തന്നെ പട്ടികജാതിക്കാരുടെ വകുപ്പ് ഭരിക്കണം എന്ന സങ്കല്പം തന്നെ തെറ്റാണ്. കാരണം പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ മറ്റ് ജാതിക്കാർക്ക്, അത് ബ്രാഹ്മണനായാലും അത് നായരായാലും ഈഴവനായാലും ഇതര ജാതി വിഭാഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തയല്ല. കാരണം ജാതി മതങ്ങൾക്ക് അതീതമായി മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷം. അങ്ങനെയുള്ള ഇടതുപക്ഷം എന്തുകൊണ്ട് ഏറ്റവും സീനിയറായ പാരമ്പര്യമുള്ള K. രാധാകൃഷ്ണന് പട്ടികജാതി വകുപ്പ് തന്നെ നൽകി ഒതുക്കി? അതായിരുന്നു കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം. ഇപ്പോഴാകട്ടെ ആലത്തൂരിൽ നിന്ന് ഏക തീപ്പൊരിയായി പാർലമെൻറ്റിലേക്ക് രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ആദിവാസിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മന്ത്രിയാക്കുന്നത്. OR കേളു എന്ന് പറയുന്ന മാനന്തവാടിയിലെ MLA 2ാം പ്രാവശ്യമാണ് MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് പോലും ലഭിച്ചിട്ടില്ല. ദേവസ്വം മന്ത്രി വാസവനും പാർലമെൻ്ററി കാര്യം MP രാജേഷനും പകുത്തു നൽകി അവശേഷിക്കുന്ന പട്ടികജാതി വകുപ്പ് മാത്രമാണ് കേളുവിന് നൽകിയിരിക്കുന്നത്. നിയുക്ത മന്ത്രിയായി ചുമതലയെടുത്ത OR കേളു തന്നെ പറയുന്നത് അനുഭവ സമ്പത്ത് കുറവായതുകൊണ്ട് ആയിരിക്കണം ആ 2 വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് നൽകിയതെന്നാണ്. എന്തുകൊണ്ടാണ് ദളിതനും ആദിവാസിക്കും എല്ലാം പ്രധാനപ്പെട്ട ചുമതലകൾ നൽകാൻ സർക്കാരുകൾ മടിക്കുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ മടിക്കുന്നത്? കാരണം നേരത്തെ MP ആയി 2 വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട MP രാജേഷ് ആദ്യം MP ആകുമ്പോൾ എന്ത് മുൻപരിചയമാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ ക്യാബിനറ്റിൽ മന്ത്രിമാരായിരിക്കുന്ന ആളുകൾക്ക് പാർലമെൻ്ററി രംഗത്ത് എന്ത് പാരമ്പര്യമാണുള്ളത്? മാധ്യമപ്രവർത്തകരായിരുന്ന വീണ ജോർജിന് എന്ത് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് നൽകിയത്?
മരുമകൻ കൂടിയായ മന്ത്രിക്ക് ആദ്യമായി നിയമസഭയിലെത്തിയ മന്ത്രി അദ്ദേഹത്തിന് നൽകിയ വകുപ്പുകൾ ഏതൊക്കെയാണ്? പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ. ആദ്യമായി നിയമസഭയിലെത്തിയ രാജേഷിന് നൽകിയ വകുപ്പ് എന്താണ്? എക്സൈസ് വകുപ്പ്. അങ്ങനെ നോക്കുമ്പോൾ OR കേളു എന്ന് പറയുന്ന ആദിവാസി MLA തീർച്ചയായും 2 ടേം MLA ആയ വ്യക്തിയാണ്. ആദ്യത്തെ 5 വർഷവും ഇപ്പോഴത്തെ 3 വർഷവും കണക്കാക്കിയാൽ 8 വർഷമായി നിയമസഭയിലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും പറയാനും കഴിയുന്ന വ്യക്തിയാണ് ഈ നേതാവ്. അതുപോലെ തന്നെ അദ്ദേഹം ജനകീയനാണ്, വയനാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരാണ്. നേരത്തെ തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡൻ്റായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാർലമെൻ്ററി പാരമ്പര്യവും വിദ്യാഭ്യാസവും അധികാര സ്ഥാനങ്ങളും പിന്നോക്കക്കാരനും ദളിതനും ആദിവാസിക്കും പറഞ്ഞിട്ടുള്ളതല്ല എന്ന ആ സങ്കല്പം മാറേണ്ട കാലമായി. ഇത്തരം സങ്കല്പങ്ങൾ വെച്ച് പുലർത്തേണ്ട ആളുകളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പിന്നോക്കക്കാരിയെ, ദളിത് ആയ ആളിനെ രാഷ്ട്രപതിയാക്കിക്കൊണ്ട് BJP മറ്റ് പാർട്ടികളെ ചോദ്യം ചെയ്യുന്നത്. ആദ്യമായി തങ്ങൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു ദളിത് വനിതയെ കൊണ്ടുവന്നു എന്ന് അവർ അവകാശപ്പെടുകയാണ്. അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ ഇതര പാർട്ടികളെ, BJP ഉൾപ്പെടെയുള്ള പാർട്ടികളെ, കോൺഗ്രസിനെ പ്രാപ്തമാക്കുന്നത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈ പ്രതിലോമകരമായ ഈ നടപടികളാണ്. ആലോചിച്ച് നോക്കൂ, ഇനി അവശേഷിക്കുന്ന 2 വർഷം, ആ 2 വർഷത്തേക്കെങ്കിലും ഈ ഒരു മന്ത്രി സ്ഥാനത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു ആദിവാസിയെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് രാധാകൃഷ്ണൻ ഭരിച്ചിരുന്ന വകുപ്പുകൾ അപ്പാടെ നൽകാനുള്ള ഔചിത്യം പോലും മനസ്സുപോലും കാണിക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം എന്ന് വേണം കരുതാൻ.